ഒമാനിലെ ചിക്കു റോബോട്ട് വധക്കേസിൽ ഭർത്താവ് ലിൻസൺ നിരപരാധി. പോലീസ് കസ്റ്റഡിയിലായിരുന്ന ലിൻസനെ മോചിപ്പിച്ചു. കൊലയാളിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നുണ്ട്. ജമാൽ, വിശദാംശങ്ങൾ. സൗമ്യ, ചിക്കു റോബോട്ട് വധക്കേസിൽ കഴിഞ്ഞ 4 മാസമായി ഭർത്താവ് ലിൻസൺ ഒമാൻ റോയൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് ബദർസമ ആശുപത്രിയിൽ നഴ്സായിരുന്ന അങ്കമാലി സ്വദേശിനി ചിക്കു റോബോട്ട് സലാലിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുത്തേറ്റ നിലയിലാണ് കണ്ടെത്തിയത്. ഈ സമയത്ത് ചിക്കു റോബോട്ട് ഗർഭിണിയായിരുന്നു. ഇവരുടെ കാതുകൾ അറുത്തുമാറ്റപ്പെട്ടിരുന്നു. രാത്രി 10 മണിക്ക് ഇവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ജോലിക്കെത്തിയതിനെ തുടർന്ന് ഭർത്താവ് ലിൻസൺ താമസ സ്ഥലത്ത് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ചിക്കു റോബർട്ടിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് തന്നെ ഭർത്താവ് ലിൻസന് ഒമാൻ റോയൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കൊല്ലപ്പെട്ട ചിക്കുവിന്റെ ശരീരത്തിൽ ലിൻസിന്റെ വിരലടയാളം മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ഇതാണ് പ്രധാനമായും ലിൻസിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കാരണമായിരുന്നത്. പിന്നീട് ഇതുവരെ ഒമാൻ റോയൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ലിൻസൺ ഉണ്ടായിരുന്നത്. ചിക്കുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 4000-ഓളം പേരെ ഒമാൻ റോയൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും യാതൊരു തെളിവുകളും ഒരു സൂചനയും കൊലപാതകത്തെ സംബന്ധിച്ച് ലഭിച്ചിരുന്നില്ല. ചിക്കുവിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴും കൂടെ പോകാൻ ലിൻസിന് അനുമതി ലഭിക്കുകയോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിതനാകാനോ സാധിച്ചിരുന്നില്ല. 4 മാസത്തോളം ഇദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് ലിൻസിനെ പോലീസ് മോചിപ്പിച്ചിട്ടുണ്ട്. മരണവുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുകളും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ലിൻസനെ പോലീസ് വെറുതെ വിട്ടത്. നേരത്തെ തന്നെ ചിക്കുവിന്റെ മരണത്തിൽ ലിൻസൺ നിരപരാധിയാണെന്ന് ചിക്കു റോബർട്ടിന്റെ പിതാവും ബന്ധുക്കളുമൊക്കെ പോലീസിനെ അറിയിച്ചിരുന്നു. ഏതായാലും 4 മാസത്തെ കസ്റ്റഡി വാസത്തിന് ശേഷം ലിൻസനെ പോലീസ് മോചിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ഉയർന്ന ചോദ്യം, ചിക്കു റോബർട്ടിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സൂചനകൾ, കൃത്യമായ പ്രതികളെ കുറിച്ച് കൃത്യമായ തെളിവുകൾ ഒന്നും ഒമാൻ റോയൽ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ്.